അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെയും ഭയപ്പെടുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞയച്ച പിണറായി വിജയനെയും ഭയപ്പെടുന്നില്ല. ഞങ്ങള് ആർഷോ മോഡൽ പോലീസിന്റെ ഓമനിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല, പോലീസിന്റെ താലോലിക്കൽ പ്രതീക്ഷിച്ച് സമരത്തിനിറങ്ങിയവരല്ല. വാ മോനെ ആർഷോ എന്ന് വിളിക്കുന്ന പോലീസിന്റെ ആ മുഖം ഞങ്ങൾക്ക് കാണാൻ വേണ്ട, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല. കരയിലെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ SFI പെൺകുട്ടികളെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റും അതിന്റെ നടപടികളൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം, വീട്ടിൽ കയറി വന്ന് ഈ പോക്രിത്തരം കാണിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പോലീസിന് അത് എങ്ങനെയോ ആവുമായിരുന്നല്ലോ. ഇനി മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണെങ്കിൽ അവിടെ നോട്ടീസ് അയച്ച് വിളിച്ചാൽ വരാത്ത ആളൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. നിങ്ങളൊരു കള്ള കേസ് ഉണ്ടാക്കിയിട്ട് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചല്ലോ. അയാൾ മുൻകൂർ ജാമ്യത്തിന് പോയോ? പോയില്ലല്ലോ. അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ലല്ലോ. ഷോർട്ട് നോട്ടീസിൽ വിളിപ്പിച്ചിട്ട് പോലും അയാൾ 24 മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അവര് പിന്നെ വിവരശേഖരണത്തിന് അവർ വിളിപ്പിച്ചപ്പോ ചെന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ പോലീസ് വീട്ടിലേക്ക് ആളെ അയച്ച് വാതിലും ജനലും തട്ടി ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന നാടകമൊക്കെ നടത്തേണ്ടി വരുന്നത് പിണറായി വിജയന്റെ അസ്വസ്ഥത കൊണ്ടാണ്. നവഗുണ്ട സദസ് പൊളിഞ്ഞതിന്റെ ചൊറിച്ചിൽ കൊണ്ടാണ് പിണറായി വിജയൻ ഈ ചെറുപ്പക്കാരനെ ഇങ്ങനെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തത്.